കേരള ബി.ജെ.പിയിൽ ജില്ലാ ഘടകങ്ങൾ വിഭജിക്കാൻ തീരുമാനം. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ജില്ലാ ഘടകങ്ങളാണ് വിഭജിക്കുക. ഇവിടെ ഓരോ ജില്ലകളിലും 3-ഉം മറ്റ് 11 ജില്ലകളിൽ 2 ജില്ലാ പ്രസിഡന്റുമാരും ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് മാറ്റം. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ വി ജോൺ, ഈ ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം നടക്കുകയാണ്. ആ കോർ കമ്മിറ്റിയിൽ ഉണ്ടായ സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്നാണോ ഇത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് സമഗ്രമായ ഒരു മാറ്റത്തിനാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ സീറ്റ് നേടുക, ഭരണം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബി.ജെ.പി നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായാണ് ജില്ലാ ഘടകങ്ങൾ വിഭജിക്കുന്ന ഒരു നടപടികളിലേക്ക് പോകുന്നത്. 3 ജില്ലകളിലാണ് 3 പ്രസിഡന്റുമാർ അധികമായി വരിക. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്. ഈ 3 സ്ഥലങ്ങളിൽ ജില്ലാ ഘടകങ്ങൾ 3ആയി വിഭജിക്കും. അങ്ങനെ ഓരോ ജില്ലകളിൽ 3 ജില്ലാ പ്രസിഡന്റുമാരും വരും. അതോടൊപ്പം തന്നെ 11 ഇടങ്ങളിൽ 2 ജില്ലാ പ്രസിഡന്റുമാർ വരികയാണ് ചെയ്യുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുക, കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യമാണ് ഉള്ളത്. ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ ഈ 2 കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് കൂടുതൽ ശക്തമായ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഘടനാ തലത്തിൽ ബി.ജെ.പി നടത്തിയിരിക്കുന്ന നടപടികൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏവരും ഉറ്റുനോക്കിയിരുന്നത് ഈ നേതൃമാറ്റവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടായില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ശേഷം കടുത്ത വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി നേതാക്കൾ പോയിരുന്നു. എന്നാൽ ഒരു തരത്തിലും വിഭാഗീയത അനുവദിക്കില്ല എന്നൊരു ശക്തമായ ഒരു നിർദ്ദേശമാണ്, ഒരു കാര്യമാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. പ്രകാശ് ജാവദേക്കർ ഇക്കാര്യം ഈ കോർ കമ്മിറ്റി യോഗത്തിൽ നേതാക്കളോട് വ്യക്തമാക്കുകയും ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ആകാം, പക്ഷെ അത് മറ്റൊരു തലത്തിലേക്ക് പോകരുത്, അത് ഇനി അനുവദിക്കാനാവില്ല എന്നൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകളൊന്നും കാര്യമായി ഉണ്ടാകുകയും ചെയ്തില്ല. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒരു വിശദമായ ചർച്ചകളിലേക്ക് ബി.ജെ.പി പോവുകയും ചെയ്തിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശരി, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.